Praise the Lord. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit. Holy, holy, Holy Spirit. സൗഖ്യമായി, വിടുതലായി, ശക്തിയായി പറന്നിറങ്ങൂ. സൗഖ്യമായി വിടുതലായി ശക്തിയായി പറന്നിറങ്ങൂ. റൂഹായേ 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 റൂഹായേ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി. Holy, holy, Holy Spirit. Holy, holy, Holy Spirit. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തോര സന്തോഷത്തോടെയാണ് ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയിലേക്ക് എനിക്ക് വരാൻ സാധിക്കുന്നത്. കാരണം കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വലിയ അഭിഷേകമാണ്. അഭിഷേകത്തിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവ് യേശു അപ്പത്തിൻ്റെ രൂപത്തിൽ സദാ സന്നിഹിതനാണെന്നതാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഏറ്റവും വലിയ കൂദാശയാണ് ഈശോ. ഈശോ നമ്മുടെ രക്ഷയുടെ ഏറ്റവും വലിയ അടയാളമാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ഈശോ പരിശുദ്ധ കുർബാനയിൽ സത്യമായിട്ട് എഴുന്നള്ളി വന്നിരിക്കുക. ഒന്ന് അച്ഛനോട് പേറ്റ് പറഞ്ഞ കർത്താവായി ഈശോയെ അവിടുന്ന് സത്യമായിട്ടും അപ്പത്തിന്റെ രൂപത്തില് ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയിലൂടെ എഴുന്നള്ളി വന്നിരിക്കുന്നത് ലോകം മുഴുവനുമുള്ള അനേകായിരങ്ങളെ സുഖപ്പെടുത്തുവാനും ബന്ധനസ്ഥരായവരെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥനാ സഹായം ചോദിച്ച് ഈ ശുശ്രൂഷകരെ സമീപിക്കുന്നത്. എന്റെ കർത്താവേ, നീ എഴുന്നള്ളി വന്നിരിക്കുന്നതാണ് ഞങ്ങളുടെ ബലം. എന്റെ കർത്താവേ, ആ അനേകായിരങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഈ ശുശ്രൂഷയുടെ ഇടയില് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കർത്താവേ ഉത്തരം കൊടുക്കണമേ, ഉത്തരം കൊടുക്കണമേ. എന്റെ യേശുവേ, പഠന വൈകല്യങ്ങളുള്ള പഠന തടസ്സങ്ങളുള്ള അനേകം വിദ്യാർത്ഥികളെ, അനേക യുവതിവാക്കന്മാരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഒരു കാലഘട്ടം
കാലഘട്ടത്തിന്റെ തിന്മ എന്ന പോലെ കുഞ്ഞുങ്ങള് മൊബൈൽ ഫോണിനും ഇന്റർനെറ്റിനും അടിമകളായി മാറുന്നു. എന്റെ യേശുവേ, വിവേകത്തോടെ ജ്ഞാനത്തോടെ ടെലഫോണുകള്, മൊബൈൽ ഫോണുകള്, കമ്പ്യൂട്ടറുകള്, ഇന്റർനെറ്റുകള് ഉപയോഗിക്കാൻ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് തിന്മയുടെ എല്ലാ അരൂപികള് വിട്ടുമാറട്ടെ. പല മക്കള് ഈ തിന്മയ്ക്ക് മൊബൈൽ ഫോണിന് അടിമപ്പെട്ട് കുടുംബങ്ങളിൽ അസമാധാനം വിതയ്ക്കുന്നു. എന്റെ കർത്താവേ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മേല് ഇന്ന് ഇടപെടണമേ. അവരുടെ തലച്ചോറിലേക്ക് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. മക്കളുടെ മേലുള്ള ആലസ്യങ്ങള്, ബാധകള്, ദുഷ്ടാരൂപികള്, അവരെ തകർക്കുന്ന തിന്മകള്, ആസക്തികള്, ഈശോയേ, നിന്റെ നാമത്തില് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കട്ടെ, അത്ഭുതം പ്രവർത്തിക്കട്ടെ. ആയിരക്കണക്കിന് കുഞ്ഞുമക്കളെ ഈ തിന്മയിൽ നിന്ന് മോചിപ്പിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Deliverance, Lord. Oh, sangue d'acque scaturisce dal cuore di Gesù, come sorgente della misericordia per noi. Io confido in te, Gesù. കർത്താവേ, നിന്റെ തിരുരജലം കൊണ്ട്, തിരുരക്തം കൊണ്ട് എല്ലാവരെയും കഴുകണമേ. Confidiamo in te, Gesù. അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്ഭുതം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ, ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞും വാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞും നിന്റെ ശക്തി വാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന, ആരാധന, പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാ ദൈവജനത്തിന്റെ മേലുള്ള ബാധകളെയും ദുർഭൂതങ്ങളെയും അവിടുന്ന് ബഹിഷ്കരിക്കണമേ. സ്തുതിച്ചു കൊണ്ടിരിക്കുക മക്കളെ. കർത്താവേ, നിന്റെ ശക്തി
ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വന്നാവഹിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ വീട് പറമ്പ് അവയിലേക്ക് വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ ദുർഭൂതങ്ങളെയും ദുഷ്ടാരൂപികളെയും ആസക്തികളെയും തിന്മകളെയും പാപബന്ധനങ്ങളെയും അവിടുന്ന് മോചിക്കണമേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഓ ജീസസ്, ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ യേശുവേ, അത്ഭുത ശക്തി ഒഴുകട്ടെ, അത്ഭുത ശക്തി ഈ ദൈവജനത്തിലേക്ക് ഒഴുകട്ടെ. റിയാ 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 റിയാ. ഓ ജീസസ്, ഓ ജീസസ്, ഓ എൻ്റെ യേശുവേ, ഓ എൻ്റെ യേശുവേ. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ശാന്തമായിട്ടിരുന്ന മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഇന്ന് ഒരു കഥ പറഞ്ഞു തുടങ്ങിയാണ്. ഈ കഥ വരാപ്പുഴ രൂപതയിലെ ബഹുമാനപ്പെട്ട വാരിയത്തച്ഛൻ, വിൻസെൻ്റ് വാരിയത്തച്ഛൻ തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കഥയാണ്. പുരോഹിതന്മാരെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കഥയാണ്. കഥ ഇങ്ങനെയാണ്. സെൽറ്റിക് ഐതിഹ്യത്തിലെ ഒരു പക്ഷിയെക്കുറിച്ചാണ്. ഈ കഥ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഇതൊരു പ്രത്യേക രീതിയിൽ അച്ഛൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പക്ഷിയെ വിളിക്കുന്നത് മുൾച്ചെടി പക്ഷി എന്നാണ്. അതായത് തോൺ ബേർഡ്, മുൾച്ചെടി പക്ഷി. അതായത് ഈ പക്ഷിക്ക് ബോധം ഉദിച്ച നാൾ മുതൽ കൂടുവിട്ട് അകലുന്ന ആ നിമിഷം, അതായത് ഇതിന് ബോധം വരുമ്പോൾ ഇതിൻ്റെ കൂട്ടിൽ നിന്ന് ഇത് അകലുന്ന ആ നിമിഷം മുതൽ ഈ പക്ഷി അന്വേഷിക്കുന്നത് മുൾച്ചെടിയെയാണ്. അതാണ് ഇതിനെ മുൾച്ചെടി പക്ഷി എന്ന് പറയുന്നത്. ഈ പക്ഷി മുൾച്ചെടി കണ്ടെത്തി കഴിയുമ്പോൾ മുള്ള് നെഞ്ചോട് ചേർത്ത് അവൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പാട്ട് പാടുകയാണ്. ആ മുൾച്ചെടി ഇങ്ങനെ നെഞ്ചിൽ അമർത്തി പിടിച്ച് തൻ്റെ ആദ്യത്തെ അവസാനത്തെയും ഏകമായ പാട്ട് അവൻ പാടിത്തുടങ്ങും. ഈ നെഞ്ചിൽ തറച്ചിരിക്കുന്ന മുള്ള്, അത് നെഞ്ചിലിങ്ങനെ ആ മുള്ള് തറച്ചാൽ മാത്രമേ ഈ പക്ഷിക്ക് പാട്ട് പാടാൻ പറ്റുള്ളൂ. ആ മുള്ള് നെഞ്ചിലുണ്ടെങ്കിൽ, ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ പക്ഷി പാടുകയുള്ളൂ. പാട്ട് പാടി 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 അതതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ ഇതിൻ്റെ ഹൃദയം കീറിപ്പറിഞ്ഞ് അവിടെ പെടഞ്ഞ് ആ പക്ഷി മരിക്കുന്നു. പക്ഷേ ആ ഒരൊറ്റ പാട്ട് മതി പ്രപഞ്ചം മുഴുവൻ ഉണരാനായിട്ട്. ആ ഒരൊറ്റ പാട്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ, ലോകത്തിൻ്റെ മുഴുവൻ, നാടിൻ്റെ മുഴുവൻ ഉണർത്തുപാട്ടായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞൊരു വ്യക്തി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വിളിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിൻ്റെ ഉണർത്തുപാട്ടുകാരനാകാനാണ്. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു സാന്നിധ്യം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഉണർത്താനായിട്ട് സാധിക്കണം. ഉണർത്തുക എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള അഭിഷേകം കൊടുക്കാനായിട്ട് സാധിക്കണം, ആത്മാവിലുള്ള കൃപകൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ കൃപകൾ കൊടുക്കാൻ വിളിക്കപ്പെട്ടവരായിരുന്നു പഴയ നിയമത്തിലെ ഇടയന്മാർ, പ്രവാചകന്മാർ, നീതിമാന്മാർ, ന്യായാധിപന്മാർ. പക്ഷേ ജെറമ്യായുടെ കാലഘട്ടത്തിൽ, ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തു പറ്റി ഈ യഹൂദ ജനത്തിന്, ഇസ്രയേൽക്കാരുടെ ഇടയന്മാർക്ക് എന്തു പറ്റി എന്ന് ചോദിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്നറിയോ, അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് സാക്ഷികളാകേണ്ടവർ, നേതൃത്വം കൊടുക്കേണ്ട ഇടയന്മാർ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ആ ജെറമ്യായുടെ പുസ്തകം
23 അധ്യായം 1 മുതലുള്ള 6 വരെയുള്ള വചനങ്ങളിൽ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്. ഈ ഇടയന്മാരെന്ത് ചെയ്യും? ആടുകളെ ചിതറിക്കുന്നു. ആടുകൾ ചിതറപ്പെട്ട് കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക? അവിടെ ദുഃഖമുണ്ടാകും, ഭയമുണ്ടാകും, ഏകാന്തതയുണ്ടാകും, അങ്ങനെ ഒറ്റപ്പെട്ടു പോകും. അതാണ് ചിതറിക്കുക. ആടുകളെ ചിതറിക്കുന്നു. രണ്ടാമത്തേതോ, ആടുകളെ പരിപാലിക്കുന്നില്ല. അതേ, നേതൃത്വം കൊടുക്കേണ്ടവർ, സാക്ഷികളാകേണ്ടവർ, അഭിഷേകം കൊടുക്കേണ്ടവർ ആടുകളെ പരിപാലിക്കുന്നില്ല. ഇതിൻ്റെ ഫലം എന്താ പറ്റുന്നത്? ആടുകൾക്ക് ദാരിദ്ര്യം, രോഗങ്ങൾ, അവസാനം മരണം. അപ്പം ഈ ഒരു ദുർഗതി അവിടെ ആടുകൾക്ക് വരാൻ കാരണം സാക്ഷ്യം വഹിക്കേണ്ടവർ, വചനം കൊടുക്കേണ്ടവർ, ദൈവത്തെ കൊടുക്കേണ്ടവർ അത് ചെയ്യാതെ നടക്കുന്ന, അവർ പരിപാലിക്കുന്നില്ല, നേരെ മറിച്ച് അവർ ചിതറിക്കുന്നു. മൂന്നാമത്തേത്, ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ജെറമ്യ പറയാണ് അവർ ആടുകളെ ആട്ടി ഓടിക്കുന്നു. അപ്പോൾ അവർ ആടുകൾ ഒറ്റപ്പെട്ടു പോകുന്നു, അവർ വഴിയറിയാതെ പോകുന്നു. വന്യമൃഗങ്ങൾ, കൂടോത്രങ്ങൾ, സർപ്പദോഷങ്ങൾ, അന്ധകാര ശക്തികൾ, ബാധകൾ, ദുർഭൂതങ്ങളുടെ മുൻപിൽ പോയി ഈ ആടുകൾ പെട്ടുപോകും. കൈനോട്ടക്കാരുടെ അടുത്ത്, കൈവശക്കാരൻ്റെ അടുത്ത്, സെക്റ്റുകളുടെ അടുത്ത്, പല വിധത്തിലുള്ള ഗ്രൂപ്പുകളിൽ ചെന്ന് ഇവർ പെട്ടുപോകും. അവസാനം ആത്മാവിൻ്റെ നാശം, അത് സമ്പത്തിൻ്റെ നാശം. അങ്ങനെ ചില സെക്റ്റുകളിലൊക്കെ പോയിട്ട് ആത്മാവ് നഷ്ടപ്പെട്ട്, സമ്പത്തും നഷ്ടപ്പെട്ട്, തിരികെ വരാൻ പറ്റാത്ത അവസ്ഥയിൽ എത്രയോ ആൾക്കാരുള്ളതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു ജെറമ്യയുടെ കാലത്ത് ഇസ്രായേൽക്കാർ. ഇവിടെ ആ അധ്യായത്തിൽ 23 1 മുതൽ 6 വരെയുള്ള 2-ാം ഭാഗത്ത് ദൈവം ഇടപെടുകയാണ്. ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ തൻ്റെ ആടുകൾ, തൻ്റെ ദൈവജനം ഇങ്ങനെ നശിക്കാൻ പാടില്ല. അഭിഷേകം കിട്ടാതെ, വചനം കിട്ടാതെ, ദൈവസ്നേഹം കിട്ടാതെ, ശുശ്രൂഷകൾ ലഭിക്കാതെ, കുർബാന കിട്ടാതെ അവർ നശിക്കാൻ പാടില്ല, വേറെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ ജനം നശിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ദൈവം ഇടപെടുകയാണ്. സൃഷ്ടാവായ ദൈവം ഇടപെടുന്നു. തൻ്റെ സൃഷ്ടികൾ ഇങ്ങനെ കൃപകളില്ലാതെ മന്ദബുദ്ധികളായിട്ട് നശിക്കുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ദൈവം ഇടപെടുന്നു. അപ്പം 2-ാം ഭാഗത്ത് ജെറമ്യ പറയുന്നുണ്ട്, അവശേഷിച്ചവയെ ശേഖരിക്കുന്നു, അവയെ വാലയിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് അവർക്ക് ഒരു സ്വർഗം പണിയുന്നു. ഇനി അവരാരെയും ഭയപ്പെടേണ്ട, അവർക്ക് പെരുകാൻ സാധിക്കും. ഇങ്ങനെ ദൈവം പലതവണ ഇടപെടും. നല്ല പ്രവാചകന്മാരെ അയക്കും, നല്ല നീതിമാന്മാരെ അയക്കും, ന്യായാധിപന്മാരെ അയക്കും. ആ സമയത്ത് ജനങ്ങൾ ശേഖരിക്കപ്പെടും, ആലയിലേക്ക് വരും, സ്വർഗം പണിയപ്പെടും. അങ്ങനെ നല്ലൊരു ധ്യാനം കൂടുമ്പോൾ, നല്ലൊരു ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒക്കെ നമ്മൾ മടങ്ങി വരും. പക്ഷെ പിന്നെയും ഏറ്റക്കുറച്ചിലുകൾ വരികയാണ്. അതുകൊണ്ട് ജെറമ്യയുടെ പുസ്തകത്തിൽ അവസാന ഭാഗം ദൈവം ഒരു തീരുമാനം എടുക്കുക, എന്നേക്കുമായിട്ടൊരു പരിഹാരം ഉണ്ടാകണം. അതിന് ഒരു സൂപ്പർ ഇടയൻ, സൂപ്പർ ഹീറോ എന്ന് വേണേൽ വിളിക്കാം, ഒരു ഐഡിയൽ ഇടയനെ ലോകത്തിലേക്ക് അയക്കണം. അതാ ജെറമ്യ പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയൽ ഇടയൻ, ഒരു സൂപ്പർ ഇടയൻ ദാവീദിൻ്റെ ഗോത്രത്തിൽ ഒരു മുള നാമ്പിടുന്നു. ഉണ്ടോ? ദാവീദിൻ്റെ ഗോത്രത്തിൽ ഒരു മുള നാമ്പിടുന്നു. ഔസേപ്പിതാവ് ദാവീദിൻ്റെ ഗോത്രക്കാരനാണ്, മറിയവും ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടതാണ്. അപ്പോൾ വരുമ്പോൾ ആ മുളയിൽ ഒരു നാമ്പിടുന്നു. ജെറമ്യ വിളിക്കുന്നത് നീതിയുടെ മുളയെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, അപ്പോൾ ഒരു ഐഡിയൽ ഹീറോ, ഒരു ഐഡിയൽ ഇടയന്, ഒരു രക്ഷകന് ജെറമ്യ പ്രഖ്യാപിക്കുകയാണ്, പ്രവചിക്കുകയാണ്. ഈ ജെറമ്യയുടെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള. അവിടെ ഈശോയെ അന്വേഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ വരാൻ കാരണമുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ വചനം പ്രഘോഷിക്കാനായിട്ട് അയച്ചു. 72 പേരെ അയച്ചു. അവർ പോയി എല്ലാ സ്ഥലങ്ങളിലും വചനം പ്രഘോഷിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശി രോഗികളെ സുഖപ്പെടുത്തി. അങ്ങനെ അവരുടെ വചനങ്ങളെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊടുത്ത് സ്ഥിരീകരിച്ചു കൊണ്ടിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആൾക്കാരെ വരികയാണ്. അപ്പം ഇവരെ കണ്ട് അനുകമ്പ തോന്നുന്ന ഒരു ഇടയനെ
മർക്കോസിൻ്റെ സുവിശേഷം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ ഇടയനില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ, ഭക്ഷണമില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ, വേദനിക്കുന്ന ആടുകളെ കണ്ടപ്പോൾ, നമുക്കറിയാമല്ലോ വയറ് ഏറ്റവും വലിയ വിളിയാണ്. അത് കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നുകയാണ്. ആടുകളോട് അനുകമ്പ കാണിക്കുന്ന ക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഐഡിയൽ ഹീറോ, ആ ഐഡിയൽ ഇടയൻ, നമ്മുടെ രക്ഷകൻ, ആ രക്ഷകനിലേക്കാണ് നമ്മെ ഏവരെയും ഇന്ന് കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ വിളിക്കുന്നത്. അതാണ് വിശുദ്ധ പൗലോസ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-18 മർക്കോസിൻ്റെ ആ വചനത്തെ ഈ പൗലോസ്ലീഹ സ്ഥിരീകരിക്കുക. പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം ആ ഉണർത്ത് പാട്ടുകാരൻ കർത്താവ് ഈശോയ. ആ കുരിശിൽ കിടന്ന് ആ ചങ്കില് ലൊഞ്ചീനൂസ് എന്ന് പറയുന്ന ആ കണ്ണുപൊട്ടനായ പട്ടാളക്കാരൻ കർത്താവിൻ്റെ നെഞ്ചില് കുന്തം കുത്തിത്തറച്ചില്ലേ, ആ നിമിഷം കർത്താവ് ജീവൻ വെടിഞ്ഞ ആ ഒരു വലിയ ഉണർത്തുപാട്ട്, ലോകത്തിന് മുഴുവൻ സ്വർഗം കൊടുത്ത ഉണർത്തുപാട്ട്, ചിതറിക്കപ്പെട്ടതിനെ ശേഖരിക്കാനുള്ള തൻ്റെ ശരീരം കൊടുത്തുകൊണ്ട്, മാംസം കൊടുത്തുകൊണ്ട്, തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് സകല ജനങ്ങളെ ശേഖരിക്കാനും പെറ്റുപെരുകാനും സ്വർഗം നമ്മുടെ മുൻപിൽ പണിയപ്പെടുവാനും കർത്താവിൻ്റെ വചനപ്രഘോഷണം നമുക്കറിയാലോ. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുവിൻ. അപ്പം പാപം ഉപേക്ഷിച്ചുകൊണ്ട് മരണത്തെ തോൽപ്പിച്ച് ദൈവരാജ്യ സാക്ഷാത്കാരം നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ വരാൻ കർത്താവിൻ്റെ ശരീരം സ്വീകരിച്ച് ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മിസ്റ്റിക്കൽ ബോഡി, ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ബോഡി ആയിട്ട് മാറാൻ, അതാണ് സഭ. അതിലേക്കുള്ള വലിയ വിളിയാണെന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ ചിതറിക്കപ്പെട്ട എല്ലാവരും യേശുനാമത്തിൽ ഒന്നാകുന്നു, ഒരേ ആത്മാവ്, ഒരേ ഈശോ, ഒരേ വിശ്വാസം, ഒരേ ദൈവസ്നേഹം, അതിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തുവിൻ്റെ സമാധാനമാണ് നമ്മുടെ എല്ലാവരുടെ ഐശ്വര്യത്തിൻ്റെ ഉറവിടമെന്നും പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. അതോടുകൂടി എന്തു പറ്റുമെന്നറിയാം, ഈശോ എന്ന ഇടയൻ്റെ തിരുരക്തം കൊണ്ട്, തിരുശരീരം കൊണ്ട് നമ്മുടെ ഇടയിലുള്ള ഭിന്നതകളും ശത്രുതകളുടെ മതിലുകൾ തകർക്കപ്പെടുമെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 18 വരെ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ആ നല്ല ഇടയൻ നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ ശത്രുതയുടെ, തിന്മയുടെ കെട്ടുകളെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുക, ദുർഭൂതങ്ങളെ ബഹിഷ്കരിച്ചിരിക്കുക, മാറാരോഗങ്ങളെ ബന്ധിക്കാനുള്ള കഴിവ് ലഭിച്ചിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ശുശ്രൂഷയുടെ ആരാധന നിമിഷങ്ങളിൽ നല്ല ഇടയനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകും യേശുവേ, തിരുച്ചോരത്തുള്ളിയ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകുന്നു. കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ, കരുണ തോന്നണേ കർത്താവേ, നിന്റെ ശക്തിയാൽ ലോകം മുഴുവൻ ദൈവത്തിന്റെ കരുണ വ്യാപരിക്കട്ടെ. എന്നിൽ അലിവു തോന്നണേ കർത്താവേ, വലിയ അത്ഭുതം ഇന്ന് പ്രവർത്തിക്കട്ടെ. ഈശോ, കരുണ തോന്നണേ കർത്താവ് നല്ല ഇടയനായ ക്രിസ്തു ആ വിജയമന്ത്രം വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ നിന്റെ കുടുംബത്തിലെ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. എന്നിൽ അലിവു തോന്നണേ യേശുവേ, അത്ഭുതം ഇന്ന് പ്രവർത്തിക്കട്ടെ. കരുണ തോന്നണേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിൽ അലിവു തോന്നണേ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വന്ന് നിന്റെ മേൽ ദൈവ കരുണ വന്ന് നിറയട്ടെ. പാപിയാണു ഞാൻ
പാപത്തെ ബന്ധിക്കുന്നു. നാദാ പാപിയാ കർത്താവേ, പാപം മൂലം കടന്നു വന്ന രോഗങ്ങളെയും മരണത്തെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കരുണ തോന്നണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ യേശുവേ, അലിവു തോന്നണേ. in the name of Jesus. രോഗിയാണു ഞാൻ. കർത്താവിന്റെ അത്ഭുതകരം പ്രവർത്തിക്കട്ടെ. നാദാ യേശുവേ, സൗഖ്യമേകണേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരെയും നല്ല ഇടയനായ ക്രിസ്തുവിന്റെ ആ തിരിച്ചോര കൊണ്ട് നമ്മളെ കഴുകാം. നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളായി കിടക്കുന്ന കിടപ്പ് രോഗികളുടെ മേൽ കർത്താവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം ലഭിക്കട്ടെ. കർത്താവേ, കാലുകൾ തളർന്ന്, മുട്ട് തളർന്ന്, കാൽപാദങ്ങൾ തളർന്ന്, വാതരോഗങ്ങൾ മൂലം വിഷമിക്കുന്ന എല്ലാ മക്കളെയും യേശുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ ഈ നിമിഷം അത്ഭുതകരമായ സൗഖ്യം ലഭിക്കട്ടെ. കർത്താവേ, ഉദര സംബന്ധമായ രോഗങ്ങള്, കിഡ്നി രോഗികള്, കർത്താവേ, പാൻക്രിയാസിന്റെ രോഗങ്ങള്, മൂത്ര സംബന്ധമായ രോഗങ്ങള്, യൂട്രസ് സംബന്ധമായ രോഗങ്ങള്, വയറ്റിലെ മുഴകൾ മൂലം വിഷമിക്കുന്നവര്, കർത്താവിന്റെ ശക്തമായ തിരുരക്ത അഭിഷേകത്താൽ അവർക്ക് ഇന്ന് അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. കർത്താവേ, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, കർത്താവേ, നെഞ്ചരിച്ചില് മൂലമുള്ള അസ്വസ്ഥതകള്, ഗ്യാസിന്റെ അസ്വസ്ഥതകള്, ഇടക്കിടക്കുണ്ടാകുന്ന ശ്വാസം മുട്ടലുകള്, ശ്വാസകോശത്തിലെ പ്രശ്നങ്ങള്, ശ്വാസകോശത്തിലെ വാൾവിന്റെ പ്രശ്നങ്ങള്, ഹൃദയത്തിലുണ്ടാകുന്ന ഹോളുകളുടെ പ്രശ്നങ്ങള്, ഈശോയെ അത്ഭുതകരമായിട്ട് ഇന്ന് പരിഹരിക്കണമേ. കർത്താവേ, തൊണ്ടവേദനയുടെ മേൽ ഇടപെടണമേ, ചെവി വേദനകളുടെ മേൽ ഇടപെടണമേ, കണ്ണിന്റെ മേൽ ഇടപെടണമേ, മൂക്കിന്റെ മേൽ ഇടപെടണമേ, തലച്ചോറിന്റെ മേൽ ഇടപെടണമേ. കർത്താവേ, കുഞ്ഞുങ്ങളുടെ കണ്ണിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവേ, കുഞ്ഞുങ്ങളുടെ മേലുള്ള തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഞരമ്പിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഈശോയെ, മദ്യത്തിന് അടിമപ്പെട്ട മക്കൾക്ക് കർത്താവേ അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. മയക്കുമരുന്നിന് അടിമപ്പെട്ട മക്കൾക്ക് അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി വിളിച്ച് ഈശോയെ. എല്ലാവരും പാടി വിളിച്ചോ മക്കളെ, പാടി വിളിച്ചോ മക്കളെ. ഈശോ എന്ന നാമം നിന്നെ ഇപ്പോൾ തന്നെ ഡെലിവറൻസ് നൽകുന്നു. ഈശോ, വിളിച്ചോ വിളിച്ചോ മക്കളെ, വിളിച്ചോ. അത്ഭുതകരമായ രോഗശാന്തി നടക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. അത്ഭുതകരമായി വിളിച്ചോ, എല്ലാരും വിളിച്ചു, ഈശോനെ വിളിച്ച് പാടിക്കോ. ഈശോ, ഈശോയേ, ഈശോയേ, യേശുവേ, യേശുവേ, ഈശോ, 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 അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ വചനമാ ആത്മാവിൻ